ഇന്ന് ദേശാഭിമാനി പത്രത്തിൽ ഒരു വാർത്തയുണ്ട്. അത് വളരെ തമാശപൂർവ്വമാണ് എടുക്കാൻ തോന്നുന്നത്. കാരണം ദേശാഭിമാനി ആണ് ഇത്തരം വാർത്ത നൽകിയിരിക്കുന്നത്. മാധ്യമപ്രവർത്തകരുമായി ബന്ധപ്പെട്ട് മാധ്യമ സ്വാതന്ത്ര്യം ഇന്ത്യയിൽ പൂർണ്ണമായി അപകടത്തിലാണ്. 427 കേസുകളാണ്, കള്ളക്കേസുകളാണ് മാധ്യമപ്രവർത്തകർക്കെതിരെ എടുത്തിരിക്കുന്നതെന്നാണ് ഈ ദേശാഭിമാനി പറയുന്നത്. അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ? ഈ കോഴിയെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത് കുറുക്കനെ എന്ന് പറഞ്ഞതുപോലെയാണ് ദേശാഭിമാനി ഇത്തരം കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്നത്. CPM-ൻ്റെ മുഖപത്രമാണ് ദേശാഭിമാനി. നമ്മുടെ ധാരാളം സുഹൃത്തുക്കൾ അതിൽ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ദേശാഭിമാനി മറന്നുപോയി. ഈ ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് സംസ്ഥാനങ്ങളുടെ കൈവശമാണ് ഇരിക്കുന്നത്. നമ്മുടെ ഫെഡറൽ സിസ്റ്റം അങ്ങനെയാണ്. അപ്പോൾ ഓരോ സംസ്ഥാനത്തിലും എത്ര കേസുകൾ, ഇപ്പോൾ ഏതാണ്ട് 427 കേസുകൾ പിന്നെ മാധ്യമപ്രവർത്തകരുടെ പേരിൽ എടുത്തിട്ടുണ്ടെന്നാണ് ദേശാഭിമാനി ആ വാർത്തയിൽ പറയുന്നത്. ഇത് പ്രസ്സിംഗ് ചാർജസ് എ സ്റ്റഡി ഓഫ് ക്രിമിനൽ കേസസ് എഗൻസ്റ്റ് ജേർണലിസ്റ്റ് ഇൻ ഇന്ത്യ എന്ന പേരിലുള്ള ഒരു പഠന റിപ്പോർട്ടിനെ അധികരിച്ചുകൊണ്ടാണ് ഈ വാർത്ത ദേശാഭിമാനി കൊടുത്തിരിക്കുന്നത്. ഈ പഠന റിപ്പോർട്ട് ആര് നടത്തിയതാണ് ഉത്തരമില്ല. അത് ഈ വാർത്തയിലെങ്ങും പറയുന്നില്ല. ഒരു പഠന റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി ആണ് ഈ വാർത്ത. എത്ര കേസുകൾ, അത് ക്രിമിനൽ കേസുകൾ എത്ര, മതപരമായ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തതിനുള്ള കേസുകൾ എത്ര തുടങ്ങി എങ്ങനെ എണ്ണം തിരിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഉദ്യോഗസ്ഥർക്കെതിരായ വാർത്തകൾ നൽകിയതിൻ്റെ പേരിൽ 147 കേസുകൾ, മതപരമായ വാർത്തകൾ നൽകിയതിന് 99 കേസുകൾ, പിന്നെ പ്രതിഷേധങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന് 79 കേസുകൾ, ഇങ്ങനെയൊക്കെയാണ് കേസുകൾ എടുത്തത്. ഇത് 2012 മുതൽ 2022 വരെയുള്ള കാലയളവിലാണ്. ഈ 2012 മുതൽ 2022 വരെയുള്ള 10 വർഷത്തെ ആ കാലയളവിൽ രാജ്യത്ത് 427 കേസുകൾ എടുത്തു എന്നാണ് പറയുന്നത്. ഇത് ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ എത്രയൊക്കെ കേസുകൾ എടുത്തിട്ടുണ്ട് എന്ന് ദേശാഭിമാനി പറയുന്നില്ല. അങ്ങനെ പറയേണ്ടി വന്നാൽ ദേശാഭിമാനി അത് മലർന്നു കിടന്ന് തുപ്പുന്നതിന് തുല്യമാകും. കാരണം കേരളത്തിൽ നിരവധി മാധ്യമപ്രവർത്തകർക്കെതിരെ കഴിഞ്ഞ 10 വർഷത്തിനിടെ, അതായത് 2016 തൊട്ട് 2025 വരെ കഴിഞ്ഞ 9 വർഷത്തിനിടെ കേസെടുത്തിട്ടുണ്ട്. നിരവധി കേസുകൾ. അപ്പോൾ അത് പരിശോധിച്ചാൽ അതിലും പിണറായി വിജയൻ പറയുമ്പോൾ നമ്പർ 1 ആകും. പോക്സോ കേസുകൾ വരെയുണ്ട് മാധ്യമപ്രവർത്തകർക്കെതിരെ. എന്തിനാ? വാർത്ത റിപ്പോർട്ട് ചെയ്തതിനാണ്. അല്ലാതെ ഒരു കുട്ടിയെയും ശാരീരികമായി ഉപദ്രവിച്ചതിനല്ല, മറിച്ച് വാർത്ത റിപ്പോർട്ട് ചെയ്തതിന്, സത്യസന്ധമായിട്ട് വാർത്ത റിപ്പോർട്ട് ചെയ്തതിന്. ചിലപ്പോൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങളൊക്കെ ചിത്രീകരിക്കേണ്ടി വരും. അവിടെ ഈ പറയുന്നത് പോലെ ഇരയാക്കപ്പെടുന്ന ആളിൻ്റെ അല്ലെങ്കിൽ ആ വാർത്തയുമായി ബന്ധപ്പെട്ട് ഈ 18 വയസ്സിന് താഴെയുള്ള ആളിൻ്റെ വിശദാംശങ്ങളൊന്നും പുറത്തു വരാതെ, പേര് വിവരങ്ങളൊന്നും പുറത്തു വരാതെയൊക്കെയാണ് അതെടുത്തിരിക്കുന്നത്. അതിൻ്റെ പേരിൽ ബാലാവകാശ കമ്മീഷനെ വിട്ട് പീഡിപ്പിക്കുക, പോലീസിനെ ഉപയോഗിച്ച് കേസുകൾ എടുക്കുക. നമ്മൾക്കറിയാം ഏഷ്യാനെറ്റിൻ്റെ എത്ര പേർക്കെതിരെ കേസുണ്ടെന്നുള്ളത് നമുക്കറിയാം, അല്ലേ? അതുപോലെ നിരവധി മാധ്യമപ്രവർത്തകർക്ക് കേരളത്തിൽ കേസുകളുണ്ട്. ഈ കേസുകളെല്ലാം എടുത്തിരിക്കുന്നത് പിണറായി സർക്കാരിൻ്റെ കാലത്താണ്. നമുക്കറിയാം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്തതായിട്ട് നമ്മുടെ അറിവിലില്ല. ഇനി അതവിടെ നിൽക്കട്ടെ. ഇത് 2012 മുതൽ 2022 വരെ നടന്ന 10 വർഷത്തെ സംഭവങ്ങളാണ് പറയുന്നത്. ഈ സമയത്ത് ഓരോ സംസ്ഥാനം തിരിച്ച് ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ എത്രയൊക്കെ കേസുകൾ എടുത്തു എന്നുള്ള കണക്ക് പറയണം. അത് ദേശാഭിമാനി പറഞ്ഞിട്ടില്ല. മൊത്തത്തിൽ കാടടച്ച് വെടിവെക്കുകയാണ്. എന്താ? രാജ്യത്ത് മാധ്യമ സ്വാതന്ത്ര്യം അപകടത്തിൽ. അപ്പോൾ കേരളത്തിൽ മാധ്യമ സ്വാതന്ത്ര്യം അങ്ങ് പിന്നെ പുഷ്ടി പ്രാപിച്ച് വളർന്ന് പന്തലിക്കുകയാണ്. ഈ ചോദ്യത്തിന് ഉത്തരമില്ല. ഇതൊക്കെ സത്യത്തിൽ ഈ ഇവരിപ്പോൾ പറയുന്നത്, ഈ അൻവർ തന്നെ കണ്ടിട്ടുണ്ടല്ലോ. അൻവർ ഇവരുടെ പക്ഷത്തായിരുന്നപ്പോൾ വലിയ രീതിയിൽ മാധ്യമ വേട്ടയായിരുന്നു. സമൂഹ മാധ്യമങ്ങൾ വഴി അദ്ദേഹത്തിന്റെ ഒരു വേട്ട തന്നെയായിരുന്നു നാം കണ്ടത്. കടന്നൽ കൂട്ടങ്ങൾ, അല്ലെ? കടന്നൽ രാജ അറിയപ്പെട്ടിരുന്നതാണ് PV അൻവറിന്റെ നേതൃത്വത്തിൽ. വലിയ വേട്ടയായിരുന്നു. പക്ഷെ ആ സമയമൊന്നും ദേശാഭിമാനിയുടെ ഈ കരച്ചിലോ നിലവിളിയോ കണ്ടിട്ടില്ലല്ലോ. ഒന്നും കണ്ടിട്ടില്ല. ദേശാഭിമാനിക്ക് ഇക്കാര്യത്തെ കുറിച്ചൊന്നും, പ്രത്യേകിച്ച് ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനലിനെ ലക്ഷ്യമിട്ടായിരുന്നു. അതെ, ഏഷ്യാനെറ്റിനെ മാത്രമല്ല, ഏഷ്യാനെറ്റിനെയും അതുപോലെ മറ്റു പല ചാനലുകളെയും പത്രങ്ങളെയും നമുക്കറിയാം. പണ്ട് മാതൃഭൂമിയുടെ എഡിറ്ററിനെ, മാതൃഭൂമി CPM വിഭാഗീയത സംബന്ധിച്ച വാർത്തകൾ കൊടുത്തതിന് മാതൃഭൂമിയുടെ എഡിറ്ററിനെ അന്ന് പരസ്യമായിട്ട് ഭീഷണിപ്പെടുത്തിയ ആളാണ് ഇന്നത്തെ കേരള മുഖ്യമന്ത്രി. അദ്ദേഹം അന്ന് എടോ ഗോപാലകൃഷ്ണ എന്ന് വിളിച്ച് ഭീഷണിപ്പെടുത്തിയത് നമുക്ക് എല്ലാവർക്കും, നമ്മളെല്ലാവരും കേട്ടത്, അല്ലേ? അതുപോലെ ഈ മാതൃഭൂമി ദേശാഭിമാനി ബോണ്ട്
അന്ന് പ്രസിദ്ധീകരിച്ചതിന്, ആ വാർത്ത അല്ല, പുറത്തുവിട്ടതിന് ഈ മാതൃഭൂമിക്കെതിരെ കടക്കുപുറത്തെന്ന വാക്ക് പ്രസിദ്ധമായത് തന്നെ ഈ മാധ്യമ പ്രവർത്തകർക്കെതിരെയുള്ള ഒരു ശകാരമായിരുന്നല്ലോ. അതെ, കടക്കുപുറത്ത് എന്ന് മാത്രമല്ല, പലപ്പോഴും കിട്ടിയ അവസരങ്ങളിലെല്ലാം മാധ്യമപ്രവർത്തകരെ അധിക്ഷേപിക്കാനും അപമാനിക്കാനും നമ്മുടെ മുഖ്യമന്ത്രി ശ്രമിച്ചു. ആ കസേരയിൽ ഇരുന്നുകൊണ്ട് തന്നെ അദ്ദേഹം ശ്രമിച്ചു എന്നുള്ളതാണ് വളരെ ദയനീയമായ. ശ്രമിക്കുകയാണ് അതെ, മുഖ്യമന്ത്രി തന്നെ. അപ്പോൾ പിന്നെ പാർട്ടി അണികളും മറ്റുമൊക്കെ എങ്ങനെയാണ്? ഇവിടെ മാധ്യമപ്രവർത്തകർ എത്ര തവണ കേരളത്തിൽ ആക്രമിക്കപ്പെട്ടു, ആരെയെല്ലാം കയ്യേറ്റം ചെയ്തു, ഇതൊക്കെ ഏറ്റവും കൂടുതൽ കയ്യേറ്റം ചെയ്തത് ആരാണ്, ഏത് പാർട്ടിക്കാരാണ്, ഇതിനൊക്കെ ഉത്തരം പറയണം. ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഏറ്റവും ഒടുവിൽ പല വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരെയും സൈബർ അറ്റാക്ക് നടക്കുന്നു. വളരെ മോശമായിട്ട് സൈബർ അറ്റാക്ക്, അതിഭീകരമായിട്ട്, പ്രത്യേകിച്ച് ഏഷ്യാനെറ്റിലേക്ക് ജോലി ചെയ്യുന്ന നിരവധി വനിതാ മാധ്യമ പ്രവർത്തകരെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്നുണ്ട്. അവർ വാർത്തകൾ സത്യസന്ധമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അവർ ചെയ്യുന്ന കുറ്റം. UDF ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴും അവരിങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് മാധ്യമപ്രവർത്തകർ വലിയ ചങ്കിലെ ചൈനയെപ്പോലെ പ്രിയപ്പെട്ടതായിരുന്നു അന്ന് CPM-ന്. ഇന്നിപ്പോൾ അവർ ഭരിക്കുന്ന കാലത്ത് അവർ ചെയ്യുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ പാടില്ല. അത് പിന്നെ CPM-നെ വേട്ടയാടുന്നു, അല്ലെങ്കിൽ സർക്കാരിനെ കരിവാരി തേക്കുന്നു എന്നൊക്കെ പറയുന്നത് വിശ്വസിക്കാൻ ഇത്തിരി, അല്ലെങ്കിൽ അത് അംഗീകരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ദേശാഭിമാനിക്ക് ഇപ്പോൾ ഇങ്ങനെ രാജ്യത്ത് നടക്കുന്ന മാധ്യമ വേട്ടയെക്കുറിച്ച് പറയാം, മാധ്യമ സ്വാതന്ത്ര്യം അപകടത്തിലാണെന്ന് പറയാം. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ യഥാതഥമായ കണക്കുകൾ കൂടെ വിടണം. ഓരോ സംസ്ഥാനത്തും എത്രയൊക്കെ കേസുകൾ, ലോ ആൻഡ് ഓർഡർ സംസ്ഥാനത്തിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്, സംസ്ഥാന പോലീസിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പോൾ കേരളമടക്കമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും അവിടുത്തെ പോലീസ്, അവിടുത്തെ ഭരണകൂടമാണ് മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുക്കുന്നത്. അല്ലാതെ കേന്ദ്ര സർക്കാരല്ല കേസെടുക്കുന്നത്. അത് BJP ഭരിച്ചാലും കൊള്ളാം, CPM ഭരിച്ചാലും കൊള്ളാം, കോൺഗ്രസ് ഭരിച്ചാലും കൊള്ളാം, അതത് സംസ്ഥാന സർക്കാരുകളാണ് ആ കേസെടുക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ഇത് പറയേണ്ടത്. അങ്ങനെയല്ല ഇത് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ പഠനം ഡൽഹിയിലെ നാഷണൽ ലോ യൂണിവേഴ്സിറ്റി NLU, അതിൻ്റെ ട്രയൽ വാച്ച്, കൊളംബിയ ലോ സ്കൂളിലെ ഹ്യൂമൻ റൈറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവ സംയുക്തമായി നടത്തിയ പഠനത്തിലാണ് ഇതൊക്കെ കണ്ടെത്തിയെന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ ഈ പഠന റിപ്പോർട്ട് എന്ത് ആധികാരികതയാണ് അതിനുള്ളത് എന്ന് ദേശാഭിമാനി പറയുന്നില്ല. ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും സർക്കാർ സംവിധാനങ്ങൾ ഇതിനെ അംഗീകരിച്ചിട്ടുണ്ടോ, സർക്കാർ സംവിധാനത്തിൻ്റെ സഹായത്തോടു കൂടിയാണോ ഈ വിവരങ്ങൾ ശേഖരിച്ചിരിക്കുന്നത്, തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് മറച്ചു വയ്ക്കപ്പെട്ടിരിക്കുന്നു. പോട്ടെ, അതിനെയൊക്കെ നമുക്ക് തള്ളിക്കളയാം. പക്ഷേ എന്തുകൊണ്ട് അവർ ഈ കുറഞ്ഞ പക്ഷം മാധ്യമ സ്വാതന്ത്ര്യം അപകടത്തിലാണ് എന്ന് പറയുമ്പോൾ കേരളത്തിലെ കണക്കെങ്കിലും പുറത്തു വിടണ്ടേ? കേരളത്തിൽ ഇത്ര കേസുകളേ ഉള്ളൂ, അല്ലെങ്കിൽ കേരളത്തിൽ കേസുകളില്ല, കേരളത്തിൽ വിരലിലെണ്ണാവുന്ന കേസുകളേ ഉള്ളൂ എന്ന് പറഞ്ഞ് കേരളത്തിലെ കണക്കൂടെ ഒന്ന് കൊടുക്കണ്ടേ? അത് ദേശാഭിമാനി എന്തായാലും കൊടുത്തിട്ടില്ല. അവിടെ വളരെ സമർത്ഥമായിട്ട് രാജ്യത്ത് മുഴുവനും മാധ്യമ സ്വാതന്ത്ര്യം അപകടത്തിലാണ്, ഏത് മാധ്യമ സ്വാതന്ത്ര്യമാണ് അപകടത്തിൽ? ഇതുവരെ ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തതിന് ആർക്കെങ്കിലും എതിരെ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന അവരുടെ ആ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഏതെങ്കിലും നീക്കം കേന്ദ്ര സർക്കാർ നടത്തിയിട്ടുണ്ടോ? ഇതിനെക്കുറിച്ചൊന്നും ഉത്തരമില്ല. പിന്നെ മലയാളികളായ ആൾക്കാർ രാജ്യദ്രോഹ പ്രവർത്തനങ്ങളിൽ വരെ മലയാളി പത്രപ്രവർത്തകർ ഉൾപ്പെട്ട് കേസുകളായതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സിദ്ദിഖ് കാപ്പനെ പോലെയുള്ളവർ എത്ര പ്രയാസപ്പെട്ടാണ് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയതെന്ന് നമ്മൾ കണ്ടു. കോടതിയൊക്കെ അങ്ങനെ BJP ഭരിക്കുന്നത് കേട്ട് തുള്ളാനിരിക്കുന്ന ഒരു സ്ഥാപനമൊന്നുമല്ല. കോടതിക്ക് കോടതിയുടേതായ സ്വാതന്ത്ര്യമുണ്ട്. അവിടെ കാര്യങ്ങൾ വ്യക്തമായിട്ടും വെടിപ്പായിട്ടും പറഞ്ഞില്ലെങ്കിൽ ഇനി കേസുമായിട്ട് ചെല്ലുന്ന പോലീസ് അതിൻ്റെ പണി വാങ്ങും. അതുകൊണ്ട് കാടടച്ച് എല്ലാവരെയും ആക്ഷേപിക്കുന്നത് ദേശാഭിമാനിക്ക് പിന്നെ അത് പുതിയതല്ല. അത് അവർക്ക് വളരെ പണ്ട് തൊട്ടേ അവർ തുടരുന്ന കാര്യമാണ്. അത് CPM-ൻ്റെ മുഖപത്രമായതുകൊണ്ട് അത് കുറച്ചുകൂടെ കൂടുതലായിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. എന്തായാലും ഒരു കാര്യം സത്യമാണ്, ഈ രാജ്യത്ത് മാധ്യമ സ്വാതന്ത്ര്യം അപകടത്തിലാണെങ്കിൽ ദേശാഭിമാനിക്ക് ഇങ്ങനൊരു വാർത്ത കൊടുക്കാൻ സാധിക്കും? ഇങ്ങനൊരു വാർത്ത ദേശാഭിമാനി പോലൊരു പത്രത്തിൽ വരുമോ? ആ ചോദ്യത്തിനും കൂടി ഉത്തരം ഒന്ന് കിട്ടിയാൽ കൊള്ളാമായിരുന്നു. ഇപ്പോൾ ഈ പറയുന്നത് പോലെ കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെ മാധ്യമ സ്വാതന്ത്ര്യം വലിയ അപകടത്തെ നേരിടുന്നു, വലിയ ഭീഷണിയിലാണ്, മാധ്യമപ്രവർത്തകരെ എല്ലാം ഒക്കെ അകത്തിട്ടുകൊണ്ടിരിക്കുകയാണ്, ഇരുമ്പഴിക്കുള്ളിലാക്കുകയാണ് എന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ദേശാഭിമാനിക്ക് എങ്ങനെ ഈ വാർത്ത കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഉയരുന്നൊരു ചോദ്യം. അതിന് യുക്തിസഹമായൊരു മറുപടി ദേശാഭിമാനിയിൽ നിന്ന് കിട്ടിയാൽ നല്ലതായിരുന്നു.